ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ളൊരു ഡിഷാണ്, ബീഫ് റോസ്റ്റ്. ബീഫ് പെരളെന്നും ബീഫ് വരട്ടിയതെന്നും ഒക്കെ പറയുന്ന ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ബീഫില് വെള്ളം ഉണ്ട്, അത് ഇറങ്ങി ഇത് തന്നെ വെന്തോളും. ഇനി ഇത് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് റോസ്റ്റിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇടത്തരം സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള എത്ര വഴറ്റാമോ അത്രയും നല്ലതാണ് ബീഫ് റോസ്റ്റിന്. അതുകൊണ്ട് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയാണ് ഉള്ളതെങ്കിൽ അത് 2 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ലിഡ് വെച്ച് പാത്രം മൂടി തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്തൊക്കെ കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളവും കൂടെ ഈ കൂട്ടത്തിൽ ഒഴിക്കേണ്ടതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ കണ്ടാൽ അറിയാം, ഈ ബീഫും മസാല എല്ലാം കൂടി നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഡിഷുകളിലെ മെയിൻ ഐറ്റമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് കറിവേപ്പില ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പക്ഷേ കറിവേപ്പില അങ്ങനെയൊന്നും എടുത്തൊന്നും അറിയുന്നില്ല കറിക്കകത്ത്. ഈ കറിവേപ്പില ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് റോസ്റ്റിന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് കറിവേപ്പില ഇട്ടിരിക്കുന്നത്. ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി ആ മണമൊക്കെ എല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത്
വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം കറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ കൂട്ടി വെച്ച് പാത്രം തുറന്നു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം വലിഞ്ഞുള്ളൂ. ഫൈനലായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ബീഫ് റോസ്റ്റ് ഏകദേശം റെഡിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഈ ബീഫ് റോസ്റ്റിന്റെ ഫ്ലേവർ ഒക്കെ ഒന്നുകൂടെ ഒന്ന് കൂടി വരും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പറ്റിയ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പൊറോട്ട തന്നെയാണ്, നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫ് റോസ്റ്റും. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.